എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ചക്കയപ്പം ഉണ്ടാക്കിയല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ചക്കയാണ് ആദ്യം ഉരുക്കിയിട്ട് അതിനകത്തോട്ട് ചക്ക അരച്ച് ചേർത്ത് തേങ്ങായും ചേർത്ത് ജീരകവും ഏലക്കായും ചേർത്ത് എല്ലാം കുഴച്ചെടുത്തു. അത് കഴിഞ്ഞ് അതിനകത്തോട്ട് ഞാൻ ഗോതമ്പ് പൊടി ഇട്ട് കുഴച്ച്, അതും വീഡിയോ ഒത്തിരി ആകുമെന്നും ചെല്ലിയ അതൊന്നും കാണിക്കാഞ്ഞത്. അത് പിന്നെ ഞാൻ അതിനകത്തോട്ട് ഗോതമ്പ് പൊടി ഇട്ട് കുഴച്ചെല്ലാം നല്ലതാക്കി എടുത്തു. ഇനി നമുക്കിതൊരു വട്ടയില എടുക്കാം. രണ്ട് വട്ടയില കാണാമെന്ന് വിചാരിക്കുന്നു. ഇത്രയും വലിയ വട്ടയില. ആ വട്ടയിലക്കകത്തോട്ട് നമുക്ക് ഈ ചക്കയൊന്ന് വെക്കാം. ചക്കയപ്പത്തിനുള്ള ഇപ്പം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ വലിപ്പമൊക്കെ. ഇതിപ്പം വലിയ വട്ടയില ആയതുകൊണ്ട് അത് നമുക്കിങ്ങനെ ഒന്ന് പൊതിഞ്ഞ് ഇങ്ങനെ ആക്കി ഇതെല്ലാം നമുക്കിതൊന്ന് ഇതുപോലെ എടുക്കാം. അപ്പം ഞാൻ ആ വട്ടയിലെല്ലാം ചക്കയപ്പം എല്ലാം വട്ടയിലയിലാക്കി. ഇനി ഞാനിവിടെ ഒരു ഇഡ്ഡലിക്കുട്ടകം ഇങ്ങനെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ആ ചക്കയെല്ലാം ഇതിനകത്ത് ഇഡ്ഡലിക്കുട്ടകത്തിന് ആവി വന്നു അതിനകത്തോട്ട് ഞാൻ എല്ലാം പെറുക്കി വെച്ചു. എന്നിട്ട് അതിപ്പം എല്ലാം വെന്തിട്ടില്ല, ഇച്ചിരി കൂടെ വേവാനുണ്ട്. അപ്പം നമുക്കിത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ ചക്കയപ്പം എടുക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ ചക്കയൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചക്കയെല്ലാം നല്ല റെഡിയായി. നമുക്കതിൽ നിന്നൊരു ചക്ക എടുത്ത് നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം. ഒട്ടയരക്കകത്തുള്ള ചക്കയപ്പം അങ്ങനെ റെഡിയായി. ഞാൻ ഗ്യാസ് അങ്ങ് നിർത്തി. ചക്കയപ്പം എല്ലാം നല്ല റെഡിയായി. പിന്നെ നമുക്കിതിൽ ഒരു സ്ഥലം നല്ല അടിപൊളിയായിട്ടുണ്ട് ചക്കയപ്പം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ബൈ.